കേരളത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും സജീവമായി പുരോഗമിക്കുന്നതിനിടെ പശ്ചിമ ബംഗാളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്തെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഗതാഗത വകുപ്പ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കി. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ പുതിയ ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെയാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാഗ്ദാനം അടിയന്തരമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ വൻ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗതാഗത കോർപ്പറേഷന് കീഴിൽ പൊതുജനങ്ങൾക്കായി സർവീസ് നടത്തുന്ന എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഹ്രസ്വദൂര ദീർഘദൂര സർക്കാർ ബസ്സുകളിലും സ്ത്രീകൾക്ക് യാത്രാക്കൂലി പൂർണ്ണമായും സൗജന്യമായിരിക്കും. സൗജന്യ ബസ് യാത്രാ പദ്ധതി കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി QR കോഡ് അടങ്ങിയ പ്രത്യേക സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ ഫോട്ടോയും പേരും അടങ്ങിയതായിരിക്കും ഈ സ്മാർട്ട് കാർഡ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി സംസ്ഥാനത്തെ സ്ത്രീകൾ അതത് പ്രദേശങ്ങളിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കോ സബ് ഡിവിഷണൽ ഓഫീസർക്കോ നിശ്ചിത മാതൃകയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷയോടൊപ്പം അപേക്ഷകയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. സ്മാർട്ട് കാർഡുകളുടെ നിർമ്മാണവും വിതരണവും പൂർത്തിയാകാൻ നിശ്ചിത സമയമെടുക്കും എന്നതിനാൽ പദ്ധതിയുടെ തുടക്കം വൈകാതിരിക്കാൻ സർക്കാർ മുൻകൂട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ സ്മാർട്ട് കാർഡുകൾ കൈവശമില്ലാത്ത സ്ത്രീകൾക്കും തങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഒരു സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡ് കാണിച്ച് സൗജന്യമായി യാത്ര ചെയ്യാവുന്നതാണ്. യാത്രക്കാരായ സ്ത്രീകൾ ബസ്സിൽ കയറി കണ്ടക്ടറോട് തിരിച്ചറിയൽ രേഖ കാണിക്കുന്ന മുറയ്ക്ക് യാത്ര രേഖപ്പെടുത്തുന്നതിനായി കണ്ടക്ടർമാർ സീറോ വാല്യൂ ടിക്കറ്റ് അല്ലെങ്കിൽ തെർമൽ പേപ്പർ ടിക്കറ്റുകൾ നൽകുമെന്ന് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ബംഗാൾ സർക്കാരിന്റെ ഈ വലിയ ചുവടുവെപ്പ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗതാഗത നയങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്നതിൽ അന്തിമ തീരുമാനം തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. പദ്ധതി കെ.എസ്.ആർ.ടി.സിയുടെ മുഴുവൻ ബസ്സുകളിലും നടപ്പിലാക്കിയാൽ 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നും ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 57 കോടിയുടെ ബാധ്യത വരുമെന്നാണ് റിപ്പോർട്ട്. ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ സാധ്യത.